വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു കൊച്ചു കഥ പറയാണ്. കൽബുള്ളവരെ കരയിപ്പിക്കുന്ന, കണ്ണുനീരിൽ ചാലിച്ചെഴുതിയ ഒരു കഥ. ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് അടർക്കളത്തിലെ പടർകുതിര. അഹദോനെ നിന്നിസമിൽ നബുദാഹം തുപിന്നെ അജബാലെ ഓതിടുന്നി കരുണ മാത്രമന്ന. അഹദോനെ നിന്നിസമിൽ നബുദാഹം തുപിന്നെ അജബാലെ ഓതിടുന്നി കരുണ മാത്രമന്ന. ഹർബിൽ ചോര ചിന്തി ചരിതം ജാഫറിന്റെ, ഹർബിൽ ചോര ചിന്തി ചരിതം ജാഫറിന്റെ. കടലാം നിന്റെ കരുണ ഗുണമാണ് വസന്തം തേടിയനന്തം ഏകിടനന്തം പൂകിടും ചന്തം. പതിവിനെതിരെ ചിന്താപരമായാണ് മദീന പട്ടണം ഉറക്കം വന്നത്. എന്തോ പന്തികേട് സംഭവിച്ചതുപോലെ, എന്തോ പ്രതികാരദാഹം പോലെയാണ് എല്ലാവരുടെയും സംസാരത്തിൽ പതിഞ്ഞു വന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ജാഫർ റളിയല്ലാഹു അൻഹു തന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാമായ അബൂ ത്വാലിബിന്റെ പ്രിയപുത്രൻ ജാഫർ. കണ്ടാൽ റസൂലാണെന്നേ തോന്നിപ്പോകും. അതേ മുഖം, അതേ കണ്ണുകൾ. വരൂ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കാതോർക്കാം. പച്ചദീനം പട്ടുമായി ഒട്ടു നാളികയേറെ താണ്ടി, പച്ചദീനം പട്ടുമായി ഒട്ടു നാളികയേറെ താണ്ടി. ഹാരിസന്നോരത്തി പണ്ട് അജബ് കൊണ്ട രാജപക്കൽ, ഹാരിസന്നോരത്തി പണ്ട് അജബ് കൊണ്ട രാജപക്കൽ. അന്നവരെ ബന്ദിയാക്കി വെച്ച് കൊന്നു തിന്നില്ലേ കൂര ശുറൈഹബിൽ പണ്ടേ അന്ന് കണ്ണ് മങ്ങിലേ. ആദരവായ റസൂലിന്റെ വിശുദ്ധ പ്രസ്ഥാനം ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ പോയ ഹാരിസ് റളിയല്ലാഹു അൻഹു വധിച്ചിരിക്കുന്നു. ഇനി നമ്മളിലേക്ക് ഹാരിസ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരികയില്ല. ഇല്ല, അവൻ തിരിച്ചു വരികയില്ല. അണപ്പൂട്ടി ഒഴുകുന്ന കണ്ണുനീർക്കിടയിലൂടെ ജാഫർ റളിയല്ലാഹു അൻഹു ഒരു പുലിക്കുട്ടിയെ പോലെ സധൈര്യം പ്രഖ്യാപിച്ചു. മദീനയിൽ യുദ്ധകാഹളം മുഴങ്ങുകയാണ്. 3000-ഓളം വരുന്ന രണവീരന്മാർ റസൂലുള്ളാഹിന്റെ വാക്കുകൾക്ക് കാതോർക്കുകയാണ്. എന്തായിരിക്കും റസൂലുള്ള പറഞ്ഞിട്ടുണ്ടാവുക? തിരുത്താക റസൂലുള്ളാഹിനെ പറയും സഹാബത്തോരേ, ഇരുലോകം ജയിക്കുവനകിലരും കൊതിച്ചുള്ളോരേ. തിരുത്താക റസൂലുള്ളാഹിനെ പറയും സഹാബത്തോരേ, ഇരുലോകം ജയിക്കുവനകിലരും കൊതിച്ചുള്ളോരേ. ഇബ്നു ഹാരിസ് മുന്നിൽ നിന്ന് ജഫറും അബ്ദുള്ള പിന്നിൽ ചെന്ന് ഇതിൽ അടരടമിന്നത് കണ്ട് ചെന്നിടാ ഫിർദൗസ് കനിയണം റഹീമായോരേ. ദീനോട് ദീൻ നിലനിർത്തണം അദീമായോരേ. വേഗം യാത്ര തിരിക്കണം. എൻ്റെ മോള് അസ്മ, അവൾ പാവമാണ്. അവൾ ജീവിതത്തിന്റെ മധുരം ഏറെയൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ പാവമാണ്. അവളോട് പറയണം, മോളെ അസ്മ, ഞാൻ പോവുകയാണ് യുദ്ധത്തിന്. ഇനി നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഒരുമിച്ച് കൂടണം. ആകമ്പും വീറും കാട്ടി ജാഫറിനടുത്ത് കേട്ടപട് അർബിയായി കുതിച്ചാനെ. ആ മൂത്തവന്റെ പോറും കാട്ടി ശത്രുവിൽ പരിപാലം കണ്ട് അക്കൊതിൽ ഫലകിനാൽ കുതിച്ചാനെ. ആകമ്പും വീറും കാട്ടി ജാഫറിനടുത്ത് കേട്ടപട് അർബിയായി കുതിച്ചാനെ. ആ മൂത്തവന്റെ കൂറും കണ്ട് ശത്രുവിൽ പരിപാലം കണ്ട് അക്കൊതിൽ ഫലകിനായി കുതിച്ചാനെ. അടർക്കളത്തിലെ പടർകുതിര 3000-ഓളം വരുന്ന ശത്രു സൈന്യം മുസ്ലിം സൈനികരുടെ നേരെ തിരിയുകയാണ്. ജാഫർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് കൊടി താഴ്ന്നും പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നത്, വമ്പുറ്റ ജാഫർ റളിയല്ലാഹു വീരർ ചാടി ഉയർന്ന് തകർക്കുന്നേ. വള്ളൽ തിരുമഹമൂദർ തൃക്കൊടിയിട്ട് ചവിട്ടുന്നോനാരെടാ. വമ്പുറ്റ ജാഫർ റളിയല്ലാഹു വീരർ ചാടി ഉയർന്ന് തകർക്കുന്നേ. വള്ളൽ തിരുമഹമൂദർ തൃക്കൊടി ഇട്ട് ചവിട്ടുന്നോനാരെടാ. അമ്പ
അമ്പമ്പോ അമ്പുകൾ ചീറി വന്നിട്ട് വമ്പന്റെ നെഞ്ച് പിളർത്തിടെ അമ്പമ്പോ അമ്പുകൾ ചീറി വന്നിട്ട് വമ്പന്റെ നെഞ്ച് പിളർത്തിടെ ജാഫർ റളിയല്ലാഹുവിന്റെ ചോരയിൽ കുളിച്ചു നിൽക്കുമ്പോൾ തന്റെ റസൂലിന്റെ വിശുദ്ധ പതാക നെഞ്ചോട് ചേർത്തുകൊണ്ട് പറയുകയാണ് എന്റെ റസൂലിന്റെ വിശുദ്ധ പതാക ഞാൻ നിലത്ത് ചവിട്ടാൻ എനിക്ക് അധികാരമില്ല. എന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശത്രു സൈന്യത്തിന്റെ നേരെ ഒരു ആറ്റൊളി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല ജാഫർ റളിയല്ലാഹുവിന്റെ ഒപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.